പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഞാനും മയമാലും കൂടി ദുബായി പോകട്ടെ. പ്ലാൻ ചെയ്തിട്ടുള്ള പോക്കൊന്നുമല്ല, പ്ലാൻ ഇല്ലാത്തൊരു പോക്കായിരുന്നു. പെട്ടെന്ന് ഓനോൻ്റെ ബോസിനോട് ചോദിച്ചു. അങ്ങനെ ഓര് പറഞ്ഞു പൊയ്ക്കോ, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നാളെയൊന്നും ഡ്യൂട്ടി ഇല്ല, പിന്നെ എനിക്കും പ്രശ്നമില്ല. അങ്ങനെ വണ്ടിയുണ്ട്, പിന്നെ ബസ്സിന് പോയി ഉറങ്ങി തൂങ്ങി നടത്തണ്ടല്ലോ, ഇതാകുമ്പോൾ പെട്ടെന്ന് പോവാം. ദുബായിലുള്ളവരൊക്കെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്, ഉറങ്ങരുത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ഇതിനോടത്തും എന്ന് പറഞ്ഞു. ഇനിയാണ് നാട്ടിലുള്ളവർക്ക് ദുബായ് കാണിച്ചു തരാൻ പോകട്ടോ. ദുബായിലേക്ക് എങ്ങനെ പോവാം, ദുബായിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാണാനുണ്ട് ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പം നമ്മൾ മുന്നിൽ കാണുന്ന പൈനാപ്പിൾ പോലത്തെ ബിൽഡിംഗ് ഇല്ലേ, അതിനാണ് ഇവിടെ അബുദാബിയിൽ പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണ് അതിനെ വിളിക്കുക. ഇത് ഇപ്പോൾ ചൂടുള്ളതുകൊണ്ടാണ് ഈ സൈഡ് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഓപ്പൺ ചെയ്ത പോലെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെത്തുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചൂടുണ്ടാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെക്കാറാണെന്ന് പറയണത്. കണ്ടില്ലേ, ഇതിൻ്റെ ഇപ്പുറത്ത് ഈ സൈഡ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇത് തണൽ ഏത് ഭാഗത്തേക്ക് വരുന്നത് ആ ഭാഗത്ത് അത് ഓപ്പൺ ചെയ്ത് വെക്കും. ഇതൊക്കെ എടുക്കണം മക്കളെ, നമ്മൾ അബുദാബി ഷെയ്ഖ് സയ്യിദ് മോസ്ക്. അബുദാബി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ ആദ്യം കടന്നു വരിക അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് മോസ്ക് ആയിരിക്കും. ഒരു പ്രത്യേക ഭംഗിയാണ് അതിനിപ്പോൾ ദൂരത്തുനിന്ന് കാണണമെങ്കിലും അടുത്തുനിന്ന് കാണണമെങ്കിലും. എനിക്കങ്ങനെ ദൂരത്തുനിന്ന് കാണാനാണ് ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഞാനെപ്പോഴും ഈ ഒരു വഴിക്ക് പോകുമ്പോൾ ഇതേപോലെ നോക്കി ഇങ്ങനെ നിൽക്കും, വെറുതെ നോക്കി ഇങ്ങനെ നിൽക്കും. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. എൻ്റെ ഉള്ളിലേക്ക് പോയാലുള്ളത് പറയും വേണ്ട. അതെന്തായാലും നിങ്ങളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇവിടെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഞാൻ മൈമാലിനോട് ചോദിക്കാൻ ഇതെന്തൊരു പ്രത്യേക നിറം വെച്ച് വേണമല്ലോ എന്ന്. അപ്പോൾ ഇത് ഭാഷ ഇതാണത്ര. ഇതാണ് പിന്നെ പോണ വഴിക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡ്. ഞാൻ രാത്രി എൻ്റെ ലംബോർഗിനിയായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു വഴിയിലൂടെയാണ് പോകാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലംബോർഗിനിന്ന് തരട്ടിട്ട് ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ പോകാൻ. കാരണം ഈ റോഡ് ഫുള്ള് കളർഫുള്ളായിരിക്കും. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതാണ് കോയിൻ ബിൽഡിങ്. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കോയിൻ ബിൽഡിങ്ങിൻ്റെ അടുത്തുകൂടെ നമ്മൾ കടന്നു പോകും. നിങ്ങൾ കോയിൻ ബിൽഡിംഗ് ഒക്കെ കണ്ടല്ലോ കേട്ടോ. കോയിൻ ബിൽഡിങ് ഞാൻ വിചാരിച്ച് മറ്റേ ഈ ദുബായ് ഫ്രെയിം പോലെ എന്തെങ്കിലും ഫീസുള്ള സംഭവമായിരിക്കുന്നത്. പക്ഷേ ഇവൻ പറഞ്ഞൊന്നും അങ്ങനെയൊന്നുമില്ല, ഇതൊരു ഓഫീസാണ് അത്ര. ഇത് കണ്ട ചെറിയ വർക്കിൽ നിർമ്മിച്ച ചെറിയ ബിൽഡിങ്. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചിലപ്പോൾ വല്ല ഷട്ടിൽ കോർട്ടോ അല്ല ടെന്നീസ് കോർട്ടോ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയ വല്ല ബിൽഡിംഗ് ആയിരിക്കുന്നു. അതല്ല, അത് ഇലക്ട്രിസിറ്റി റൂമാണ് അത്ര. ഇവിടെ എത്തിയപ്പോൾ മയമാലി പറഞ്ഞതിനോട് ഇതാണ് ഷഹാമ. കാരണം അതിൻ്റെ വലത് സൈഡിൽ എയർപോർട്ടാണ്. എയർപോർട്ടിലേക്ക് എത്തിയിട്ടില്ല, അങ്ങോട്ട് എത്തി വരുന്നുള്ളൂ. അത് കിടക്കണ എയർപോർട്ട്. ഇത് എയർപോർട്ടിലേക്കുള്ള എക്സിറ്റ് ഇടാം. ഇത് വഴി നേരെ എയർപോർട്ടിലേക്ക്. പിന്നെ മതില് എത്തിയാതിൻ്റെ എന്താണത്? ഇതാണ് ഗൈസ് ഇത്തിഹാദിന്റെ അക്കോമഡേഷൻ കേട്ടോ. ഇത്തിഹാദിന്റെ അക്കോമഡേഷൻ എന്ന് ഓൻ പറഞ്ഞാണ്, എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ. ഇവിടെ എന്തൊക്കെ ഉള്ളതും അറിയില്ല. മതില് തീരൂലെന്ന് കരുതിയത്. മതില് തീർന്ന് ഞാൻ വെറുതെ വെളുത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് കിടക്കണ ഫ്ലൈറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ എയർപോർട്ടിന്റെ അല്ലറ ചില്ലറ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിന്നെയും വന്ന് മതില്. അങ്ങനെ മതില് കൊണ്ടും ഫ്ലൈ ഓവർ കൊണ്ടും ഒരു രക്ഷയില്ല ഇവിടെ. ഞാൻ ഈ കണ്ട മൊത്തം എയർപോർട്ടേക്കാരെന്ന് കരുതിയത്. ഇതാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സാധനം. റൺവേ അല്ലേ? റൺവേ ആയിരിക്കുമല്ലോ. അല്ലടി ആണ്. ഏത് അതാ എയർപോർട്ടിന്റെ ബാക്കി കണ്ടം ഇത്രയും ഇനി വരെ കയറണ്ടാവും. അങ്ങനെ മയമാലി പറഞ്ഞു നമ്മൾ ഏകദേശം ദുബായിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന്. ഇപ്പം ദുബായിൻ്റെ ഒരു കവാടാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഏകദേശം ദുബായ് എത്തിയെന്നാണ് മയമാലി എന്നോട് അറിയിച്ചത്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഒരു മൂട്ടക്കാറ് മുന്നിലൂടെ പോയി. എനിക്ക് ആ വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ദുബായിലേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ നല്ല ഈ ചില ചാനൽസിലൊക്കെ ഉണ്ടല്ലോ, പാമ്പിനൊക്കെ പോയി പിടിക്കാൻ പോകുന്ന ഏരിയയിലൊക്കെ ഉള്ള അതേപോലത്തെ ഒരു കണ്ടം. എന്ത് കണ്ടം കാണിക്കുമ്പോഴും അപ്പോൾ വരെ ഈ മതില്. ഇവിടെ ഒരു പള്ളി ഉണ്ടാവും, ഫുള്ള് സ്റ്റെപ്പ് ലെവലിലാണ്. ഇത് ഇവിടുത്തെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുത്തെ സെയിം നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോൾ കോർട്ടോ വല്ല ക്രിക്കറ്റ് കോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ അവൻ പറഞ്ഞത് എന്തൊക്കെ കമ്പനീസ് ആണ്. ആർക്കറിയാം, എനിക്കറിയില്ല. അരെ വാ, ഇതാണ് നമ്മുടെ ഇത്തിഹാദ് റെയിൽ കേട്ടോ. പാലം കണ്ടിട്ട് പാലാൻ തോന്നണ്ട, ഇതിന്റെ മുകളിൽ കൂടിയ റെയിൽവേ ആണ് കേട്ടോ. അടുത്ത പമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. പെരുന്നാളായതുകൊണ്ട് ഇവിടെയും തിരക്കന്നേക്കാരം. നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്ന കേസ്. വണ്ടിയിലുള്ള വെള്ളമൊക്കെ മയമാലി ഞാനും കൂടി കുടിച്ചു തീർത്തു. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം. അപ്പോൾ അവിടെ പമ്പിനുള്ളിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ളവും ബബിൾക്കൊക്കെ മേടിച്ചു ഞങ്ങൾ നേരെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതാണ് ദുബായ് ബോർഡർ. ഗന്തൂത്ത് എന്നറിയപ്പെടും. ഗന്തൂത്ത് പ്രൈസിംഗ് കോളപ്പുറം. ഇതാണ് ദുബായ് ലാസ്റ്റ് എക്സിറ്റ്. രണ്ടാമത് ലാസ്റ്റ് എക്സിറ്റ് 1 കിലോമീറ്റർ. ഇതില്ല ഇവിടെയാണ് കൂടുതൽ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ പല പരിപാടികളും നടക്കുന്നത്.
അതിനെന്താ സംഭവം? എന്താ എക്സിബിഷനാ? പാർക്കട മോള് കൊണ്ടുവച്ചിട്ട് ഒരു ആറ്റാടല്ലേ എന്തറിഞ്ഞാലി ദുബായിലെ എന്തറിഞ്ഞാലി എന്താ പറ എന്തറിഞ്ഞാലി ഇതാണ് ഗൈസ് ജബൽ അലി. ദുബായ് സിറ്റിയിലേക്ക് ഏതാണ്ട് നിമിഷങ്ങൾക്കകം എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ സിറ്റിയിലേക്ക് എത്തി എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് മെട്രോ. മെട്രോയിൽ നിന്നാണ് ദുബായ് ആരംഭിക്കുന്നത്. ദുബായ് അങ്ങാടിയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ഗൈസ്. കണ്ടാൽ ഇത് സ്കൂളെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇത് സ്കൂളല്ല, ഇതെന്തോ ഒരു കമ്പനിയാണ് ഗൈസ്. ദുബായ് മെട്രോ കടന്നു പോകുന്നതാണ്. നാട്ടിലെല്ലാവരും വിചാരമുണ്ടാവും ദുബായ് മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറി പോകുന്ന മെട്രോ ആണ്. ഈ മെട്രോ അടുത്ത സ്റ്റേഷനിലേക്ക് ഏതാണ്ട് നിമിഷങ്ങൾക്കകം എത്തുന്നതാണ്. എത്തിക്കൊണ്ട് ഇരിക്കുന്നു. ഇതാണ് സ്റ്റേഷൻ. ഒരു പാലം. ദുബായ് കണ്ടവർ ഇതൊക്കെ എന്ത് ദുബായ് എന്ന് പറയുന്നത്, ദുബായ് കാണാത്തവർക്കുള്ള ദുബായാണിത്. ഇതാണ് ദുബായ് മറീന മോൾ. ദിമാർ ദിമാർ ദുബായ് മറീന മോൾ. റോട്ടമ്മ കൂടെ പോണ ട്രെയിൻ ഉണ്ട് അപ്പുറത്ത്, പക്ഷെ കഴിഞ്ഞില്ല. റാം സ്റ്റേഷൻ ഇതാണ് റോട്ടമ്മ കൂടി പോണ ട്രെയിൻ. ദുബായ് ഇതേപോലെ ഫ്ലൈ ഓവറും കൂടെ അല്ല. ദുബായ് എത്തി എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണുന്ന സാധനം. പാലല്ല, അതിൻ്റെ ബാക്കിൽ നമ്മുടെ പ്രശസ്തനായ ബുർജ് ഖലീഫ. അതാണ് നിമിഷങ്ങൾക്കകം നമ്മളത് പോയി പാസ് ചെയ്യുന്നതാണ്. ഇതാണ് ദുബായിലെ ടാക്സി, മഞ്ഞ ടാക്സി. നമ്മൾ അബുദാബിത്തെ ടാക്സി പറയുമ്പോൾ വെള്ള ടാക്സി, ഒരു കോയിൻ കളറിലാണ്. ഇത് ഒരുമാതിരി പപ്പട കളറ്. ഇതാണ് ഇവിടുത്തെ തെലങ്ങും ബെലങ്ങുള്ള പാലം. ഇത് മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ടൗണിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ലംബോൺ ടീംസ് ഓട്ടം ഇതാ കിടക്കണം മക്കളെ. ഫുള്ള് സ്പോർട്സ് വെഹിക്കിൾസ്, സ്പോർട്സ് ഏരിയാസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ കിടക്കണം മക്കളെ. ഇനി ആർക്കും ബുർജ് ഖലീഫ ഞാൻ കാണിച്ചെന്നില്ല പറയുന്നത്. മറ്റേ സാധനം കിട്ടോടാ, കാണിച്ചു തരാം ഞാൻ. എന്നൊരു പേര് അറബി ചെയ്ത ബിൽഡിങ്. പേരെന്തെയോ പേരെല്ലാവരും മറക്കില്ല. നമ്മളെ ഭാഷ പറയുമ്പോൾ അറബി ചെയ്ത ബിൽഡിങ്. പോകുന്നത് കറാമയിലേക്കാണ്. അപ്പോൾ റൈറ്റ് എടുത്ത് നേരെ കറാമ. ഇതൊക്കെ കിടക്കണം മക്കളെ ഫ്രെയിം. എത്തിയിട്ടവിടെ. അപ്പോൾ അവന്മാരെ വെയിറ്റ് ചെയ്യണം. ഇനി ബാക്കി എന്തൊക്കെ സംഭവിച്ചു, എവിടെയൊക്കെ പോയി എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്.
അപ്പം നമ്മൾ വേണ്ടപ്പെട്ട കൂട്ടുകാരായ നിഷാദിനെയും നവാസിനെയും കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. സാധാരണ ഓരങ്ങോട്ട് അബുദാബിക്ക് വരാറാണ്. ഇതൊരു ചേഞ്ച്. നമ്മൾ ദുബായിലെത്തി. ഇനി ദുബായ് മൊത്തം ഓരോ നമുക്ക് കാണിച്ചു തരും. ആദ്യം തന്നെ നമുക്ക് ചായയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം.